ദൈവത്തിൻ്റെ പൊന്നു തിരുനാമത്തിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പുതുവർഷവും പുതിയ പ്രതിജ്ഞകളും. 2024 നമ്മെ വിട്ടുപോകുവാൻ 3 ദിവസം ബാക്കിയിരിക്കെ നാം പുതിയ ഒരു വർഷത്തിലേക്ക് കാൽ എടുത്തു വെക്കുകയാണല്ലോ. സ്തോത്രം. പുതിയ വർഷത്തിലേക്ക് നാം കാൽ എടുത്തു വയ്ക്കുമ്പോൾ പുതിയ പ്രതിജ്ഞയോടുകൂടി, പുതിയ തീരുമാനത്തോടുകൂടി നാം നമ്മുടെ കാൽച്ചുവടുകളെ എടുത്തു വയ്ക്കുന്നു എന്ന് നാം ഓർക്കുന്നുവല്ലോ. സ്തോത്രം. നമ്മുടെ പ്രതിജ്ഞകൾ, നമ്മുടെ തീരുമാനങ്ങൾ എങ്ങനെയാകുന്നു എന്ന് നാം ഓരോരുത്തരും തീരുമാനിക്കേണ്ടതാണ്. 2024 നാം നോക്കുമ്പോൾ അനേക കഷ്ടങ്ങളും അനർത്ഥങ്ങളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നമ്മുടെ ജീവിതത്തിൽ കൂടി കടന്നുപോയി. സ്തോത്രം. അനേക ഭക്തന്മാർ, നമ്മുടെ ചുറ്റുപാടുള്ളവർ, നമ്മുടെ ബന്ധുമിത്രാദികൾ, നമ്മുടെ സ്നേഹിതന്മാർ പുതിയ വർഷം കാണാതെ, ഈ 2024 അവസാന ദിവസങ്ങൾ കാണാതെ ഈ ലോകത്തിൽ നിന്ന് മരണം വഴിയായി കടന്നുപോയപ്പോൾ, ജീവനുള്ള ദേശത്ത് നമുക്കൊരു ദിവസം കൂടി ദൈവം നമ്മുടെ ആയുസ്സിനെ ദീർഘിപ്പിച്ച്, ദൈവം നമ്മെ തന്ന ദൈവത്തിൻ്റെ കരുണയ്ക്കായി, കൃപയ്ക്കായിട്ട് അവന് സ്തോത്രം ചെയ്യാം, സ്തുതിക്കാം. പുതിയ ഒരു വർഷത്തിലേക്ക് നാം നോക്കുമ്പോൾ, പുതിയ വർഷത്തിലേക്ക് നാം കാൽച്ചുവടുകൾ എടുത്തു വയ്ക്കുമ്പോൾ, നാം ദൈവത്തിന് കൂടുതൽ പ്രയോജനമുള്ളവരായി തീരുവാൻ തക്കവണ്ണം, ദൈവത്തിനെ നാം ബന്ധപ്പെടുത്തുന്നവരായി തീരുവാൻ തക്കവണ്ണം നമ്മുടെ കാൽച്ചുവടുകളെ ഒന്നുകൂടി മുന്നോട്ട് എടുത്തു വയ്ക്കാം. ദൈവത്തിൽ നിന്ന് പ്രാപിക്കുവാനും ആത്മീയ മണ്ഡലങ്ങളിൽ നമുക്ക് അനുദിനം വളരുവാൻ തക്കവണ്ണം, ആത്മീയ പകർച്ച നമ്മളിലേക്ക് വെളിപ്പെടുവാൻ തക്കവണ്ണം നമ്മൾ ആഗ്രഹത്തോടുകൂടി, ആശയോടുകൂടി പുതിയൊരു വർഷത്തിലേക്ക് നമുക്ക് നമ്മുടെ കാലുകളെ എടുത്തു വയ്ക്കാം. സ്തോത്രം. 2024 നമുക്ക് അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായിരുന്നു. നാം ചിന്തിക്കാത്ത അനേക കാര്യങ്ങൾ ദൈവം നമുക്ക് തന്നു. നാം നമ്മുടെ മനസ്സിൽ പോലും ഓർക്കാത്ത നന്മകൾ ദൈവം നമുക്ക് തന്നു. ദൈവം 2024 അനുഗ്രഹിച്ചു. ഈ ദേശത്ത് പാർപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ അനുവദിച്ചു. കുടുംബമായി, കുഞ്ഞുങ്ങളുമായി, കൂട്ടുകാരുമായി, സമൂഹമായി, സഭയായി നമുക്ക് ഒന്നിച്ച് അതിജീവിക്കുവാനുള്ള കഴിവും ദൈവം കരുണയും നമ്മുടെ മേൽ അയച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കാം. സങ്കീർത്തനക്കാരനായ ദാവീദ് പലപ്പോഴും പറയുന്നു, ദൈവമേ എന്നോട് കരുണയുണ്ടാകണമേ, ഞാൻ കഷ്ടത്തിലായിരിക്കുന്നു. ഈ 2024 നാം അനേക കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയപ്പോഴും ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ നാമും ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവൻ നമുക്ക് അവൻ്റെ ഉത്തരഗിരിയിൽ നിന്ന് സഹായമയക്കുകയും ചെയ്തുവല്ലോ. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഒന്ന് ഞാൻ ചെയ്യുന്നു, പിമ്പിലുള്ളത് മറന്ന് മുമ്പിലുള്ള ആഞ്ഞും കൊണ്ട് ക്രിസ്തുയേശുവിൽ പരമയുടെ വിരുദിനായി ഞാൻ ലാക്കിലേക്ക് ഓടുന്നു. നാം ഒരു ഓട്ടത്തിലാണ്. സ്തോത്രം. ഓരോ വർഷം നമ്മുടെ മുമ്പിൽ കഴിയുമ്പോഴും, ഓരോ വർഷത്തിലേക്ക് നാം കാൽച്ചുവടുകളെ എടുത്തു വയ്ക്കുമ്പോഴും നമ്മുടെ ഓട്ടത്തിൻ്റെ ദൈർഘ്യം കുറയുന്നു എന്നുള്ളത് നാം വിസ്മരിച്ചുകൂടാ. സ്തോത്രം. ഒന്നുകൂടി നാം ദൈവത്തോട് അടുക്കുന്നു, ഒരു ദിവസം കൂടി നാം ദൈവത്തിൻ്റെ സന്നിധിയോട് അടുക്കുന്നു എന്നത് ഓർക്കത്തക്ക കാര്യമാണല്ലോ. സ്തോത്രം. ഭയങ്കരന്മാരുടെ ചീറ്റൽ ഒരു കൊടുങ്കാറ്റ് പോലെ മതിലിന് നേരെ ആഞ്ഞടിക്കുമ്പോൾ എളിയവനൊരു ദുർഗമായും
അവൻ കഷ്ടത്തിൽ എളിയവന് ദുർഗമായും കഷ്ടത്തിലിരിക്കുന്നവർക്ക് ഒരു സങ്കേതമായും തണലായും ഇരിക്കേണ്ടതിന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ കഴിഞ്ഞ വർഷം നമ്മെ പരിപാലിച്ച ദൈവം, 2024 നമ്മെ സൂക്ഷിച്ച ദൈവം, നമ്മെ ഈ ദിവസങ്ങളിലും വരുന്ന പുതിയ വർഷത്തിൽ നമ്മെ പരിപാലിക്കേണ്ടതിന് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയ എന്നേക്കുമുള്ളത്. സ്തോത്രം. യഹോവയായ ദൈവം നമ്മെ പരിപാലിച്ച ഒരു ദൈവമാണ്. അവൻ നമ്മെ കുടുംബത്തോട് കാത്തു സൂക്ഷിച്ച ഒരു ദൈവമാണ്. അനേക പ്രതിസന്ധിയിൽ കഷ്ടതയിൽ കൂടി നാം കടന്നു പോയപ്പോൾ അവൻ നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ സഹായിച്ച ഒരു ദൈവമാണ്. അവനെ നാം ഓർക്കാം, അവൻ്റെ മഹത്വത്തെ നമുക്ക് വർണ്ണിക്കാം, അവൻ്റെ ശ്രേഷ്ഠതയെ നമുക്ക് വിവരിക്കാം. സ്തോത്രം. അനേക അനുഭവങ്ങൾ നമുക്ക് ഈ വർഷത്തിൻ്റെ ദിവസത്തിൻ്റെ അവസാന ദിവസങ്ങളിൽ നമുക്ക് പറയുവാനുണ്ട്. സ്തോത്രം. ദൈവസന്നിധിയിൽ നമുക്ക് ഓർപ്പിക്കുവാനുണ്ട്. സ്തോത്രം. ഈ പുതിയ വർഷത്തിലേക്ക് നാം നമ്മുടെ കാലുകളെ വയ്ക്കുമ്പോൾ നല്ല ഒരു പ്രതിജ്ഞയോടുകൂടി നമുക്ക് നമ്മുടെ കാൽച്ചുവടുകളെ വയ്ക്കാം. ദൈവസന്നിധിയിൽ കണ്ണീരിനോടുകൂടി, പ്രാർത്ഥനയോടുകൂടി ദൈവത്തിൽ നിന്ന് നമുക്ക് എന്തെങ്കിലും പ്രാപിക്കേണ്ടതിന് നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. കർത്താവേ, എനിക്ക് നിന്നിൽ നിന്നും പ്രാപിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. കർത്താവെ, പുതിയൊരു ആത്മീയ മണ്ഡലത്തിലേക്ക് എന്നെ നയിക്കണമേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ കാലുകളെ നമുക്ക് ഏൽപ്പിക്കാം. അവൻ നമ്മുടെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവമാണ്. സ്തോത്രം. അവൻ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമരുളുന്ന ദൈവമാണ്. സ്തോത്രം. നാം ഒരു കാര്യം ഓർക്കേണ്ടത് വളരെ അത്യാവശ്യമാണല്ലോ. നാം പ്രതിജ്ഞ എടുക്കുന്നത് പോലെ തന്നെ നമ്മുടെ പ്രതിയോഗിയായ പിശാചും അവൻ്റെ കൂട്ടരും പ്രതിജ്ഞകൾ ഓരോ വർഷം തോറും കഴിയും തോറും അവൻ്റെ പ്രതിഷ്ഠകളും അവൻ പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്ന് നാം മറന്നുകൂടാ. ഈ വർഷം എത്ര പേർ അവൻ്റെ ടാർഗറ്റിലുണ്ടായിരുന്നു, എത്ര പേരെ അവൻ ഈ ലോകത്തിൽ നിന്ന് തകർത്ത് കളഞ്ഞു, എത്ര പേരെ അവൻ ക്രമിക്കിരയാക്കി കളഞ്ഞു എന്ന് നാം നമ്മുടെ കൺമുമ്പിൽ വരച്ച് കാണുന്നുവല്ലോ. പുതിയ ഒരു വർഷത്തിലും ശത്രുവായവനും പുതിയ പ്രതിജ്ഞകളോടുകൂടി, പുതിയ അവൻ ചിന്തയോടുകൂടി, പുതിയ സൂത്രങ്ങളെ ചിന്തിക്കുന്നതോടുകൂടി അവനും തൻ്റെ പ്രതിജ്ഞകൾ പുതുക്കുമ്പോൾ ദൈവത്തിൽ വിശ്വസിക്കുന്ന, യേശുവിൽ വിശ്വസിക്കുന്ന ദൈവമക്കളാകുന്ന നമ്മൾ പുതിയ ഒരു പ്രതിജ്ഞയോടുകൂടി അവൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. പുതിയ ഒരു വർഷത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സ്തോത്രം. പഴയത് കഴിഞ്ഞുപോയി, പുതിയത് നമുക്ക് ഓർക്കാം. ആ ദിവസം നമുക്ക് ഓർക്കാം, പുതിയ വർഷത്തെ നമുക്ക് ഓർക്കാം. അവൻ നമ്മുടെ ആഗ്രഹങ്ങളെ സഫലമാക്കി തീർക്കുവാൻ, അവൻ നമ്മെ പരിപാലിപ്പാൻ, അവൻ നമ്മെ സൂക്ഷിപ്പാൻ അവിടുന്ന് മതിയായ ഒരു ദൈവമായിരിക്കാൻ നമുക്ക് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. യിരെമ്യാവിൻ്റെ പുസ്തകത്തിൽ 29:11 വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: നിങ്ങൾ പ്രത്യാശിക്കുന്ന ശുഭഭാവി വരുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങളെക്കുറിച്ച് നിരൂപിക്കുന്ന നിരൂപണങ്ങൾ ഇന്നവ എന്ന് ഞാൻ അറിയുന്നു. അവ തിന്മയ്ക്കല്ല നന്മയ്ക്കത്രയുള്ള നിരൂപണങ്ങൾ എന്ന് യഹോവയുടെ അരുളപ്പാട്. യഹോവ നമുക്ക് വേണ്ടി അവൻ നിരൂപിക്കുന്ന ഒരു ദൈവമാണ്. അവൻ്റെ വിചാരമല്ല നമ്മുടെ വിചാരങ്ങൾ, നമ്മുടെ വിചാരമല്ല അവൻ്റെ വിചാരങ്ങൾ. അവനെന്ത് നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാലും അത് നന്മയ്ക്കായി, തിന്മയ്ക്കായി ഭവിച്ചത് നന്മയ്ക്കായി വന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നമുക്ക് ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമ്മളെ പരമേൽപ്പിക്കാം. നമ്മുടെ വാഗ്ദത്തങ്ങൾ മുന്നിലുണ്ടല്ലോ. പുതിയ വർഷത്തിൽ നമ്മുടെ വാഗ്ദത്തങ്ങൾ നമുക്ക് ദൈവം നൽകുന്ന ഒരു വർഷമായി തീരുവാൻ തക്കവണ്ണം, പുതിയ വർഷം വാഗ്ദത്തങ്ങളുടെയും അനുഗ്രഹത്തിൻ്റെ ഒരു വർഷമായി തീരുവാൻ തക്കവണ്ണം നമുക്ക് പ്രാർത്ഥിക്കാം. ആ പ്രാർത്ഥിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. പുതിയ വർഷത്തേക്ക് നമ്മുടെ കാലുകളെ നമുക്ക് വെക്കാം. ദൈവം നമ്മെ സഹായിക്കട്ടെ, ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തും.